വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചക്കപ്പുഴുക്ക് നമ്മളുടെ ഇടുക്കി സ്റ്റൈലിൽ വെക്കുന്നത് പുഴുക്കാണിത്. നല്ല ടേസ്റ്റാണ്, നല്ല രുചികരമായ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെയാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പുഴുക്കാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇടുക്കി സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ല പുഴുക്കിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മടി കാണിക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒട്ടും വിഷമയമില്ലാത്ത ഒരു ഫ്രൂട്ടായിട്ട് വേണം നമുക്കിപ്പോൾ ചക്കേനെ കാണാനായിട്ട്. അപ്പം നിരവധി പോഷക ഗുണങ്ങളുള്ള ഈ ചക്ക എല്ലാ രീതിയിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നന്നായിട്ട് വറുത്ത് ഫ്രൈ ആക്കി ചക്ക വറ്റലായിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പൂച്ച പുഴുങ്ങിയതെന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത്. എണ്ണയിലേക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും. അപ്പം എല്ലാ രീതിയിലും ഉപകാരപ്രദമാണ് ഈ ചക്ക. അപ്പം നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഇത് അരിഞ്ഞാണ്, ഇങ്ങനെ ഞങ്ങൾ കീന്തുക എന്നാണ് പറയുന്നത്. കീന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കച്ചുളയിൽ കുരുവും ചകിണിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് കീന്തി എടുത്തിട്ടുണ്ട്. ഈ കീന്തി എടുത്ത ചക്കയാണ് നമ്മൾ വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇടുക്കിയിലുള്ള എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ചക്ക ആദ്യമേ നല്ല വൃത്തിയാക്കിയതിന് ശേഷം കീന്തി എടുക്കുക. അതിനുശേഷം നമുക്കതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടുകട്ടിയുള്ള പാത്രം തന്നെ തിരഞ്ഞെടുക്കുക. ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ കീന്തി വെച്ചിരിക്കുന്ന ചക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക മുഴുവനും ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കാന്താരി മുളക്. നല്ല ടേസ്റ്റാണ് ചക്ക വേവിക്കുമ്പോൾ നമ്മളുടെ കാന്താരി മുളക് ചേർക്കുകയാണെങ്കിൽ. അപ്പം നല്ല നാടൻ കാന്താരി മുളകാണിത്. അപ്പം ഞാനിതിനകത്ത് നിന്ന് കുറച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കാന്താരി മുളക് ചേർക്കുകയാണെങ്കിൽ. നമ്മളുടെ പച്ചമുളകിനേക്കാൾ ടേസ്റ്റ് കിട്ടും. അപ്പോൾ കാന്താരി മുളക് ആവശ്യത്തിന് കാന്താരി മുളക് എടുക്കാം. എരിവ് ഒത്തിരി ആവശ്യമില്ലല്ലോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ്, നന്നായിട്ട് ചിരണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളിയാണ്, ചുവന്നുള്ളി. ഒരു 4 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പില എത്രത്തോളം ചേർക്കാൻ പറ്റുമോ ഒരു 4 കതിർപ്പ് 5 കതിർപ്പൊക്കെ വരെ ചേർത്ത് കൊടുക്കാം. അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുഴുക്കിന്. നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും നമ്മുടെ പുഴുക്കിന്. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്കിന് ആവശ്യമായ അരപ്പിനാവശ്യമായ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ കറിവേപ്പിൻ്റെ തണ്ട് അതുപോലെ തന്നെ ഇട്ട് അരച്ചാൽ മതി, യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ നാടൻ കറിവേപ്പിലയാണ്, അതുകൊണ്ട് പേടിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്കെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകണ്ട. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതിയാകും. നന്നായിട്ട് അരഞ്ഞു പോകരുത്. എല്ലാ വശങ്ങളിലും ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. പണ്ടുള്ളവർ ചക്ക ഒന്ന് ആവി കയറ്റിയതിന് ശേഷമാണ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം അന്ന് അടുപ്പൊക്കെ ആണല്ലോ. അപ്പോൾ അതിനൊരു അടുപ്പിലെ വേവെന്ന് പറയുമ്പം കറക്റ്റായിട്ട് തീയൊക്കെ കിട്ടിയാൽ മാത്രമല്ലേ ചക്ക വേവ് വെന്ത് വരുവത്തുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഗ്യാസിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരേ ഫ്ലെയിം ആയിരിക്കും അതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമായി പോകരുത്. മഴക്കാലത്താണെങ്കിൽ ചക്കയ്ക്ക് കുറച്ച് വെള്ളം മതി. വേനൽക്കാലത്തുണ്ടാകുന്ന ചക്കകൾക്കാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ഒഴിക്കേണ്ടി വരും. ഇതിവിടെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കുക. ആവി കയറി തുടങ്ങിയാൽ നമുക്ക് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കണ്ടോ, നമുക്കിങ്ങനെ ഒന്ന് മാറ്റി നോക്കുമ്പോൾ കാണാൻ സാധിക്കണം. അതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ്, ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ അളവ്. എന്നാൽ മാത്രമേ നമ്മുടെ പുഴുക്ക് റെഡിയായി വരുമ്പോൾ കറക്റ്റ് വെള്ളമായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും.
നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതാ ഇവിടെ നമ്മുടെ ചക്കപ്പുഴുക്ക് ആവിയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അരപ്പൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ ആ അരപ്പൊക്കെ എല്ലാ വശത്തേക്കും ഒന്ന് ആയി കിട്ടിക്കോളും. അപ്പോൾ താഴേക്കുള്ള ചക്കതേ മുകളിലേക്ക് വന്ന് കിടക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചക്ക പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ വെള്ളമൊക്കെ വരിഞ്ഞ് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ അരപ്പും ഉപ്പും ചക്ക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു തടിയുടെ കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും തവിയുടെ വശങ്ങളോ വെച്ച് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കി എടുക്കുന്നതിലും കാര്യമുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സായി വരണം, എല്ലാ വശങ്ങളിലും മിക്സായി വരണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ പച്ച തേങ്ങ അരയ്ക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പച്ചത്തേങ്ങയും കാന്താരി മുളകും കൂടെ അരയ്ക്കുവാണെങ്കിൽ, കൂടെ കറിവേപ്പിലയും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട, സൂപ്പറായിരിക്കും നമ്മുടെ പുഴുക്ക്. ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാ വശങ്ങളിലേക്കും എല്ലാം ഉപ്പും ഒക്കെ ചെല്ലുന്നിടം വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, ഇപ്പം നല്ല കറക്റ്റായിട്ട് നമ്മുടെ പുഴുക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.